ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ്. അയ്യോ ഇത് ഇവന്മാരെപ്പ എടുത്തു മോനെ മാമനോടൊന്നും തോന്നല്ലേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹരിപ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി, അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറേ കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടി അമർത്തി അതിൽ നിന്ന് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സംഭവം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ റീക്രിയേഷനാണ്. ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നായിരുന്നു. കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡൗട്ടാണ്. അതായത് ഈ വീഡിയോ ഞാൻ അന്ന് ചെയ്ത സമയത്ത് ഞാനൊരു പരീക്ഷണമായിട്ടാണ് ചെയ്തത്. അതായത് എൻ്റെ മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ഈ വീഡിയോ എനിക്ക് റിസൾട്ട് തന്ന പോലെ തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് തന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് പേര് എന്നോട് ഒരുപാട് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തത്. അതായത് ഞാൻ കുറേ നാൾ മുമ്പ് ഈ വീഡിയോ അല്ല മറ്റേ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിയൽ ആയിട്ടും മുടി സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തൊന്നുമല്ല. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തതാണ്. ഞാൻ ആരോടും ഒരു കാരണവശാലും ഞാൻ ആരോടും കെമിക്കലായിട്ട് നമ്മുടെ മുടിയിൽ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല. പിന്നെ ഒരുപാട് പേര് എന്നോട് റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ സ്വന്തം റിസ്കിലാണ് എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരു 6 മാസത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുടിക്ക്. അതിനുശേഷം ഞാൻ കുറച്ച് നമുക്ക് നമ്മുടെ തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് മുടിയിലൊക്കെ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ ഫസ്റ്റ് റീസൺ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അനുഭവം മനസ്സിലാകും. ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഇത് കാണിച്ചു തരാം. നമ്മളിപ്പം ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള മുടി നമ്മളൊരു ചകിരി പോലെ ഇരിക്കും. അതിന് ശേഷം നമ്മളിപ്പം ഇങ്ങനെ വെച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നേരെ ഇരിക്കാനാണ് ഭയങ്കര പാട്. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ദയവേത് സ്ട്രെയിറ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അതുപോലെ പൈസ ഉള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പിന്നീട് നമുക്ക് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. എന്നെ പോലെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ സാധാരണക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ചുരുണ്ട മുടിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നല്ല നീളമുള്ള മുടിയാണെങ്കിൽ നമ്മൾ അതുപോലെ കെയർ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പുണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം മാനേജബിൾ ആയിട്ടുള്ള രീതിയിലോട്ടൊക്കെ നമുക്ക് മുടിയെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫ്ലോർ എന്നാണ്. ഇതാണ് കോൺഫ്ലോർ എന്ന് പറഞ്ഞ സംഭവം. ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഓൺലൈൻ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഓൺലൈൻ കിട്ടുമായിരിക്കും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. പിന്നെ ഇതാണ് ഞാൻ ശരിക്കും വാങ്ങിച്ചത്. അതായത് കോൺഫ്ലോർ ഞാൻ വാങ്ങിച്ചത് ഇതായിരുന്നു. ഇത് 100 ഗ്രാമിന് 8 രൂപയുള്ളൂ. ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത് എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇത് എന്താ സംഭവം എന്ന്. അത് കാരണമാണ് ഞാൻ ഈ ഒരു പെട്ടി മേടിച്ചത്. ഇതിന് 100 ഗ്രാമിന് 8 രൂപയുള്ളൂ, എങ്കിലും ഇതിന് 100 ഗ്രാമിന് 30 രൂപയാണ്. ഈ ഒരു സംഭവത്തിന് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിന് 100 ഗ്രാമിന് 30 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ഇച്ചിരി പ്രൈസ് കൂടുതൽ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തത്, ഇനി എടുക്കാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തത് പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ഓയിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. നമ്മുടെ ഈ പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ തേക്കാൻ പോകുന്ന എണ്ണ എന്ന് പറയുന്നത് ഇതാണ്, നീലബൃങ്കാതിയുടെ എണ്ണയാണ് ഇത് ഞാൻ ശരിക്കും ഇതൊരു നമ്മൾ ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷെ റിവ്യൂ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ റിവ്യൂ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ കമ്പനിയുടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ റിവ്യൂ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനൊരു 1-2 ആഴ്ച ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ തറയിൽ വിരിക്കുക. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണോ അവിടെ ഒരു പേപ്പർ വിരിച്ചിട്ട്, ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ്. നമ്മൾ നിലത്തൊന്നും വീണ് ഒരുപാട് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മൾ അരമുറി തേങ്ങ എടുക്കുക. അരമുറി തേങ്ങ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒന്നിലെ ചിരണ്ടി എടുത്താലും മതി, മിക്സിയിലിട്ട് അടിക്കുക. ആദ്യം വെള്ളം ചേർക്കാതെ അടിക്കണം, എന്നിട്ട് വെള്ളം ചേർത്തിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സംഭവം ഇത് തേങ്ങാപ്പാലാണ്, അത് നമ്മൾ ഇതിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം. ഇത് തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ തുണി തപ്പി പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട്, പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു അരിപ്പ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനിതെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ഇത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ കോൺഫ്ലോറും നാരങ്ങയും കൂടെ ഉള്ള മിക്സ് നമുക്ക് റെഡിയാക്കാം. കോൺഫ്ലോർ ആദ്യം നമുക്കൊന്ന് വെളിയിലെടുക്കാം, പൊട്ടിക്കാം. അപ്പോൾ 1 2 2.5 2.5 സ്പൂൺ കോൺഫ്ലോറാണ് നമ്മൾ എടുത്തത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു നാരങ്ങ ഫുള്ള് നമുക്ക് ഒഴിക്കാം. 2 നാരങ്ങ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സ്ക്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്യൂസർ എടുക്കാം. ഞാനിത് കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് ഇട്ടേക്കാം, അവർ കാണുക. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ നന്നായിട്ട് ആ ഒരു ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു. ആവണക്കെണ്ണ ഒരു ഒത്തിരി ഒന്നും വേണ്ട, ഇത് ഇത്രയും മാത്രം മതി. ഫോക്കസാക്കി ഇത്രയും മാത്രം മതി ആവണക്കെണ്ണ. അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടണം. മീഡിയം ഫ്ലെയിം. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇളക്കാതിരിക്കരുത്. കാരണം തേങ്ങാപ്പാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ 1 മിനിറ്റ് ആകുന്നതിന് മുമ്പേ, ഒരു മിനിറ്റൊക്കെ ആകുന്നതിന് മുമ്പേ നിങ്ങൾ അടുത്ത നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. എനിക്കിവിടെ ഒരു ഇത്തിരി കട്ടിയായി. അത് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ഉണ്ടായതാണ്. നിങ്ങൾ കറക്റ്റ് ഒരു 1 മിനിറ്റ് ആകാൻ പോലും നിൽക്കണ്ട. അതിന് മുമ്പേ ആ ഒരു മിശ്രിതം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചേക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബദാം ഓയിലാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഒരു 1-2 ടീസ്പൂൺ മതിയാവും. ഇത് ഒഴിക്കാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുകയും ഇതിങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എന്തായാലും ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീവി സെറ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വൈഡ് ടീത്തുള്ള ഒരു കോമ്പ് വെച്ചിട്ട് വേണം നമ്മൾ മുടി ചീവിയിട്ട് ജടയൊക്കെ കളയാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ, അതിപ്പം സാധാരണ വെളിച്ചെണ്ണയാവാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലാകാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലാകാം, അല്ലെങ്കിൽ ഇതുപോലത്തെ നീലബൃങ്കാതിയുടെ എണ്ണയാവാം. ഇത് വെച്ചിട്ട് നമ്മൾ ഓയിൽ ചെയ്തിട്ട് മാത്രമേ ഒരു പായ്ക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് മസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലബൃങ്കാതിയുടെ എണ്ണയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ തലയിൽ അല്ലെങ്കിൽ ചീവി ജടയൊക്കെ കളഞ്ഞിട്ട് തലയിൽ എണ്ണ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. പക്ഷെ അത് സ്പീഡിൽ ഞാൻ കാണിക്കാം, കാരണം ഒരുപാട് ലെങ്ത് ആയി പോയില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക്
ണ്ട് നമുക്ക് ആ ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 1-2 ഡ്രോപ്സ് ഒക്കെ മതിയാവും. ഞാനിപ്പോൾ എടുക്കുന്നത് കാണിച്ചു തരാം. ഇത്രയും ഓയിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് കയ്യിൽ ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീലബൃങ്കാതിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ പോലത്തെ കളറാണ്. പക്ഷേ ഇതിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഡാർക്ക് കളറാണ്. ഒരു നല്ലൊരു പച്ച കളറാണ് ഇതിന്. ഇത് നമ്മൾ നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ട് അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മുടെ തലയ്ക്ക് നല്ലൊരു മസാജും കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സാധനം തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടിത് ഈ ചീപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ വൈഡ് ടീത്തുള്ളത് വേണം. ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വൈഡായിട്ടുള്ള ചീപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം എനിക്കിപ്പം ഉപയോഗിച്ചിട്ട് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാളും വലിയ ഇതുണ്ട്, ഈ ഇടേനേക്കാളും കൂടുതൽ ഇടയുള്ള ചീപ്പ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഒഴിവാകും. എന്നിട്ട് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇങ്ങനെ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് ചീവിക്കൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് വേണ്ട കേട്ടോ, 2 മിനിറ്റ് മതി. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചീവുന്നതിലാണ് ശരിക്കും കാര്യം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ഇപ്രാവശ്യം ഞാനത് എടുത്ത് പറയുകയാണ്. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കേണ്ടത്. അതിൽ കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത് കഴുകിക്കളയുക. എന്നിട്ട് കഴുകിക്കളഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ 20 മിനിറ്റാണ് ഇത് തലയിൽ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. 20 മിനിറ്റാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിസിബിൾ ആയിരിക്കും റിസൾട്ട്. അതായത് 20 മിനിറ്റ് മുമ്പ്, അതായത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കോലം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ ആണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ എനിക്ക് മാനേജബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാനൊന്ന് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കാരണം തന്നെ എനിക്ക് 100% ഷുവർ ആയിരുന്നു ഈ ഒരു വീഡിയോ സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അപ്പോൾ സക്സസ്ഫുള്ളായി. പിന്നെ നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങൾ ഇത്രയും നാളെന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാത്തിനും വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നതും നേരത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ